ഇനി റെസ്റ്റ് എടുക്കാൻ സമയമില്ല. അയ്യോ കണ്ടുപിടിയില്ല പോയേ പറത്ത് വിട ആശാനേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ആണോ ഈവനിങ് ആണോ എന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയുക കേട്ടോ. കാരണം ഡേ എനിക്ക് അധികം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ചേട്ടൻ ഓട്ടോ ഓട്ടിക്കുന്ന കണ്ടിട്ട് എന്തോ ഒരു അപാകതയില്ലേ, ഒരു ചരിവ്. ഞാനും ആലോചിച്ചോട്ടെ എന്താ ഇങ്ങനെയെന്ന്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ നേരെ ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിലെത്തി. പിന്നെ ഓഫീസിലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമുക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരുപാട് വർക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെയായിരുന്നു ഇന്നും മോസ്റ്റ്ലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വർക്കൊക്കെ ഒരുവിധം ഒതുക്കിയതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ കൊളീഗ്സുമാണ്. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയിട്ട് ഞാനിന്ന് ചൈനീസാണ് പറഞ്ഞത്, ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. ആൻഡ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അതാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. കാര്യം ഓഫീസിലാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ റെസ്ട്രിക്ഷൻസും പ്രൈവസി ഇഷ്യൂസൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു വന്നു. വൈകുന്നേരം ആയപ്പം ഒരു പഴം കിട്ടി. എൻ്റെ കൊലീഗാണിത്, പ്രതീക്ഷ. പുള്ളിക്കാരി തന്നതാണ് ഈ പഴം. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചിട്ട് ചായ കുടിക്കാനായിട്ട് താഴെ ചായ പോയിന്റിൽ വന്നു. ഡെയിലി നമ്മൾ വൈകുന്നേരം ഇവിടെ നിന്ന് ചായ കുടിക്കും. ജാഗ്രി ടീ ആണ് പറയുക, ജാഗ്രി ജിഞ്ചർ ടീ ഒക്കെ നല്ലതാണ് അത്യാവശ്യം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർക്കും കാര്യങ്ങളും ചുമ്മാ വിശേഷങ്ങളും ഒക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞേ, ഓഫീസിലുള്ള സമയത്ത് അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് അധികം കണ്ടൻറ്റൊന്നും ഡേ ടൈമിൽ ഇല്ലാതിരുന്നത്. തിരിച്ച് വീട്ടിൽ പോയിട്ട് വേണം, കുറച്ച് പരിപാടിയുണ്ട്. ഇപ്പോൾ ഏകദേശം വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. തിരിച്ചിനി പാക്ക് ചെയ്ത് തിരിച്ച് വണ്ടി എടുത്ത് വീട്ടിൽ പോയിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടെന്ന്. കാര്യം വീക്കെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്നാണത് ചെയ്യാനുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തുന്ന പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ കാണിക്കാത്ത, ജസ്റ്റ് ഊബർ എടുത്തു, വണ്ടി എടുത്തു, വീട്ടിലെത്തി. ഓട്ടോ ഊബറായിരുന്നു. ഇനി നമ്മൾ ഫ്ലാറ്റ് ലോക്കൊക്കെ ചെയ്തിട്ട് നമ്മളിത് ഗ്രോസറി ഷോപ്പിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഗ്രോസറി ഷോപ്പിൽ. കാരണം നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് ഫ്ലാറ്റ്സ് ഉണ്ട് ഇവിടെ, ഒരുപാട്. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല വൈബാണ്. അങ്ങനെ ഞങ്ങളുടെ ഗ്രാമിക് എന്ന് പറയുന്ന ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും മേടിക്കാൻ വരുന്നത്. ഇതിന് ചുറ്റിനും കുറേ കടകളുണ്ട്. പാനിപൂരി, പിന്നെ മോമോസ്, ഫ്രൈഡ് ചിക്കൻ, ഒരു ദാബ് പോലെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. മെഡിക്കൽ സ്റ്റോർ, അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന എല്ലാ കടകളും ഉണ്ട് ഇതിന് ചുറ്റും. അങ്ങനെ നമ്മളതേ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു ട്രോളിയും കൂടെ എടുത്തു. അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടാവും, കാര്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെജി സെക്ഷനിലോട്ട് വന്നു. ഒരു 4-5 ദിവസത്തേക്കുള്ള വെജിറ്റബിൾസ് ഞാൻ എടുക്കാം. ഒരു കോളിഫ്ലവർ എടുത്തു. കോളിഫ്ലവർ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തക്കാളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പൊട്ടാറ്റോ, സവാള ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ തക്കാളി നോക്കിയെടുക്കാനൊന്നും അറിയത്തുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ഒരുവിധം പഠിച്ചു വന്നിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ നല്ല നോക്കിയെടുക്കാൻ. പിന്നെ നീളമുള്ള പയറെടുത്തു. ആദ്യയുടെ ഫേവററ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് നീളമുള്ള പയർ. അപ്പോൾ അതൊരു ദിവസം കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു, അതെടുത്തു. പിന്നെ ബ്രിഞ്ചോൾ എടുത്തു. പിന്നെ പച്ചമുളക് വേണമായിരുന്നു, അത് ഓൾറെഡി ആദ്യം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് എന്നിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ ഉരുളക്കിഴങ്ങും സവാളയും വേണം, അത് രണ്ടും പാക്ക് ചെയ്യുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സാലഡ് കുക്കുംബർ എടുക്കുകയാണ്. ക്യാരറ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാൻ വന്നു. ആപ്പിൾ എടുത്തു. വേറെ ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ക്യാപ്സിക്കവും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട് സെക്ഷനിൽ വരികയാണെങ്കിൽ ഓറഞ്ചൊന്നും നല്ല ഓറഞ്ചില്ല, ഒരു മൊസാമ്പി ടൈപ്പ് ഓറഞ്ചാണ്. എനിക്ക് നല്ല ഓറഞ്ച് വേണം, നമ്മുടെ നല്ല പൊളിച്ച് കഴിക്കാൻ പറ്റുന്ന ഓറഞ്ചില്ലേ, അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പൈനാപ്പിൾ പഴുത്തതുണ്ടായിരുന്നില്ല, അപ്പോൾ ആപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കേർഡ് ഓൾറെഡി നമ്മളൊരു ബോട്ടിൽ മേടിച്ചതുണ്ട്, അപ്പോൾ അതെടുത്തില്ല, പാലെടുത്തു. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു, മഷ്റൂം. അപ്പോൾ അതാകുമ്പോൾ ഇന്ന് രാത്രിത്തൊക്കെ കറിയായ മഷ്റൂം കറി വെക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് എനിക്ക് വേണ്ടിയിട്ട് മുട്ട എടുത്തു, 3 മുട്ട എടുത്തു. ഞാൻ മാത്രമേ മുട്ട കഴിക്കുള്ളൂ, അപ്പോൾ പിന്നെ 3 എണ്ണം മതി എന്ന് വിചാരിച്ചു. 4-5 ഡേയ്സിന് വേണ്ടിയിട്ടല്ല, ഡെയിലി ഒന്നും കഴിക്കില്ല. അപ്പോൾ 3 മുട്ടയപ്പോൾ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പുമാവിൻ്റെ പൊടി എടുക്കണം എന്നുണ്ടായിരുന്നു. കാര്യം ഉപ്പുമാവ്, അതായത് ഉപ്പുമാവിൻ്റെ പൊടിയല്ല, റവപ്പൊടി എടുത്തു. അതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തട്ടിക്കൂട്ടാമല്ലോ. പിന്നെ റൈസ്, അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പൊന്നി അരിയാണ് ഞങ്ങൾ മേടിക്കുന്നത്, അപ്പോൾ പൊന്നി അരിയും കൂടെ എടുത്തു. ഞാനെല്ലാം കുറച്ച് മേടിക്കാറുള്ളൂ, ഒരുപാട് മേടിച്ച് ബൾക്ക് ചെയ്ത് വയ്ക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മേടിച്ച് വെച്ചാൽ പിന്നെ കുറേ സാധനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കുറേ വേസ്റ്റായി പോകാറുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വന്ന് വാങ്ങിക്കും. അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. പിന്നെ എൻ്റെ ലിസ്റ്റിലുള്ള വേറൊരു ഐറ്റം ആയിരുന്നു കടു ഇറക്കാനുള്ളൊരു ചീനച്ചട്ടി ആയിട്ടില്ല, ഇങ്ങനെ ഒരു പിടിയുള്ള ഒരു ചെറിയൊരു സംഭവമില്ല. അപ്പോൾ അതും കൂടെ ഞാൻ ഒരെണ്ണം എടുത്തു. കാര്യം അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതുണ്ടെങ്കിൽ എളുപ്പത്തിന് നമുക്ക് കടു വറുത്ത് ഒഴിക്കാമല്ലോ.
ഇവിടെ കണ്ടോ മാംഗോയൊക്കെ 49-50 രൂപയൊക്കെ ഉള്ളൂ. എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ കണ്ടിട്ട് നോർമൽ മാങ്ങ, ഭയങ്കര അടിപൊളിയൊന്നും തോന്നുന്നില്ല. പക്ഷേ എന്നാലും വാങ്ങിക്കാം. മാങ്ങ കൊതിയൊക്കെ ഉണ്ട്, നമുക്ക് വന്ന് പെട്ടെന്നൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വന്നെടുക്കാം. അങ്ങനെ ഭയങ്കര ഓഫറിലിട്ട്, അവർ ഓഫറിൽ പറഞ്ഞാൽ ഭയങ്കര ലാഭത്തിന് വേണ്ടിയിട്ടേക്കാണ്. ഇപ്പം മാങ്ങ സീസൺ കഴിഞ്ഞ് വരികയല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. ലിസ്റ്റിലുള്ള മെയിൻലി ഉള്ളത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ്. പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് ഓപ്ഷൻസായ റവയും കടലയും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും എടുത്തു. അങ്ങനെ ഇതെല്ലാം ബില്ല് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിന്ന് മഷ്റൂമാണ് വെക്കുന്നത്. മഷ്റൂം ആലു കറിയാണെന്ന് വെക്കുന്നത്. പൊട്ടറ്റോയും മഷ്റൂമും വെച്ചിട്ട് എളുപ്പത്തിന് റെഡിയാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. വേറൊന്നിലും ഓയിൽ ഒഴിക്കുക, അതിൽ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക, സവാള ആഡ് ചെയ്യുക, നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. പൊട്ടറ്റോ ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പിടുക, ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചതച്ച പേസ്റ്റും ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് വേവിക്കാം. അതായത് പൊട്ടറ്റോയൊക്കെ ഒന്ന് വെന്ത് വരുന്നൊരു സമയം അടച്ചു വെച്ച് തന്നെ വേവിക്കണം. ലോ ഫ്ലെയിമിലാക്കി വേവിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പച്ചമണവും കാര്യങ്ങളൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് റെഡിയായി അതിലൊന്ന് പൊട്ടറ്റോയിലൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വെക്കണം. അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാനും, എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. അപ്പോൾ മഷ്റൂമും കൂടെ ആഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു പൊട്ടറ്റോ ഇട്ട സമയത്ത്. ഇതിപ്പോൾ ഇനി കുറച്ചും കൂടെ ഉപ്പ്, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം, മല്ലിയിലയും കൂടെ ഇട്ടിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കുറുകി വരും. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഊറും. അപ്പം ജസ്റ്റ് ഒന്ന് കുറുകി വരും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് വേവിക്കണം എന്നുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല വെന്ത് വരും. ഇപ്പോൾ ഓൾമോസ്റ്റ് പൊട്ടറ്റോ ഒക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചത് ഒന്നുകൂടെ ഒന്ന് കുറുകി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ചിക്കൻ മസാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ തന്തൂരി മസാല ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഓർത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഇന്ന് മുട്ടയും മഷ്റൂമും സവാളയും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുകിയെടുക്കുന്ന ഒരു സംഭവമായിരുന്നു. രാത്രി ഇതായിരുന്നു ഞാൻ കഴിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫില്ലിങ്ങുമാണ്. അപ്പോൾ എൻ്റെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആദ്യം അടുക്കള ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. ടാറ്റാ.